ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവ്മാൻ മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ചെമ്മൻ വിനോദ്, ലുക്മാൻ, മണികണ്ഠൻ എന്നിവരെല്ലാം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അഞ്ചക്കള്ളക്കോക്കാൻ എന്ന ചിത്രം കണ്ടതിന് ശേഷം എനിക്കതിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചിത്രത്തിലെ ചില കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻസും എല്ലാമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാനായി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഈ ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് സ്പോയിലർ ആയിരിക്കും. സോ നമുക്ക് ഒട്ടും സമയങ്ങളില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ചാപ്ര എന്ന കഥാപാത്രം മരണപ്പെടുന്നതിന് തൊട്ടു മുന്നേ പുട്ടണ്ണ ഒരു പാട്ട് പാടുകയും ചാപ്ര അത് കേട്ട് ഹാ കൊള്ളാം, ഇവിടെ വന്ന് പാടൂ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. സോ അവിടെ വെറുമൊരു പാട്ടല്ല കേൾപ്പിച്ചു പോകുന്നത്. ആ വരികളിൽ നാവി കുഴികാട്ടി കുറത്തി ആറ്റിലേക്ക് ഇറങ്ങി നിന്നു, തുമ്പപ്പൂ വയറ് കണ്ട് കുറവൻ ആറ്റിലേക്ക് എടുത്തു ചാടി എന്നിങ്ങനെയുള്ള വരികളാണ് കേൾപ്പിച്ചു പോകുന്നത്. സോ അവിടെ സ്ത്രീ ശരീരത്തെ വർണ്ണിക്കുന്നത് പോലെ നാഭിക്കുഴിയും തുമ്പപ്പൂ വയറും എന്നിങ്ങനെയുള്ള വരികളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ചാപ്രയ്ക്ക് സ്ത്രീകളോടുള്ള അത്തരമൊരു ദൗർബല്യത്തെ സൂചിപ്പിക്കുന്നത് പോലെയുള്ള വരികൾ കേൾപ്പിക്കുമ്പോഴാണ്, ആ വരികൾ പുട്ടണ്ണ പാടുമ്പോഴാണ് അത് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ചാപ്ര അയാളെ അടുത്തേക്ക് വിളിച്ച് പാടാനായി പറയുന്നത്. കൊല്ലിയാൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചാപ്രയെ കൊന്നതെന്ന് സിനിമയുടെ അവസാനം നട വാസുദേവനോട് പറയുമ്പോഴാണ് വ്യക്തമാക്കുന്നത്. അതിനു മുന്നേ സിനിമയുടെ തുടക്കത്തിൽ ഒരു പോലീസുകാരൻ കൊല്ലിയാനാണോ ഇതിന് പിന്നിലെന്ന് ചോദിക്കുമ്പോൾ നട അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. കൂടാതെ ശങ്കരൻ എന്ന കഥാപാത്രം ആ കൊലപാതകം ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. സോ കൊല്ലിയാൻ എന്ന കഥാപാത്രമാണ് ആ കൊലപാതകം ചെയ്തതെന്ന് ഒരു തരത്തിലും വ്യക്തമാകാത്ത രീതിയിലാണ് കഥ പറഞ്ഞു പോകുന്നത്. എന്നിരുന്നാലും സിനിമയുടെ അവസാനം നട ഈ കാര്യം വ്യക്തമാക്കുന്നതിന് മുന്നേ തന്നെ കൊല്ലിയാനാണ് ഇത് ചെയ്തതെന്ന് നമ്മളെ കാണിച്ചിരുന്നു. അതായത് കൊല്ലിയാൻ എന്ന കഥാപാത്രത്തെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാളുടെ തലയിൽ ഒരു ചാക്കിട്ട് മറച്ചിരിക്കുന്നതായി കാണാം. സോ സിനിമയുടെ തുടക്കത്തിൽ ചാപ്രയെ കൊല്ലുന്ന സീനിൽ പെട്ടെന്ന് ആ കൊലപാതകയെ കാണിക്കുമ്പോൾ അയാളും ഇതേ ചാക്ക് യൂസ് ചെയ്തിരുന്നതായി കാണാം. സിനിമയുടെ ഏറ്റവും ഒടുവിലാണ് വാസുദേവൻ എന്ന കഥാപാത്രം അച്ഛന്റെ സ്വഭാവത്തെ ഫോളോ ചെയ്തിരുന്നുവെന്നും അച്ഛനെ പോലെ തന്നെ വയലൻസ് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് വാസുദേവൻ എന്നും വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതുകൂടാതെ വാസുദേവന്റെയും അച്ഛന്റെയും കഥാപാത്രങ്ങളെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ ആ രണ്ട് കാലഘട്ടത്തിലെ കഥാപാത്രങ്ങളെ കാണിക്കുമ്പോഴും കുറെ സിമിലാരിറ്റികൾ കാണാം. അതിലൊന്ന്, ഈ വാസുദേവൻ ആദ്യമായി ആ നാട്ടിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ചായക്കടക്കാരൻ വരുത്തനാണോ എന്ന് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതേപോലെ തന്നെ അച്ഛന്റെ കഥ കാണിക്കുമ്പോഴും അച്ഛനെ തല്ലാനായി വരുന്നവർ വരുത്തനായിട്ടുള്ള നീ ഈ നാട്ടിൽ വന്ന് ആശാന്റെ മകളെ കല്യാണം കഴിച്ചു എന്നെല്ലാം പറയുന്നുണ്ട്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത്, വാസുദേവൻ സിനിമയുടെ അവസാനം 3 പ്രധാന ശത്രുക്കളുമായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. വാസുദേവന്റെ അച്ഛന്റെ കഥ കാണിക്കുമ്പോഴും അയാൾ 3 പേരുമായി ഫൈറ്റ് ചെയ്യുന്നതായി കാണാം. കൂടാതെ വാസുദേവന്റെ അച്ഛന്റെ കഥയിൽ ഒരു ഉയരം കുറഞ്ഞ വ്യക്തിയെ കാണിക്കുന്നുണ്ട്. വാസുദേവന്റെ കഥയിലേക്ക് വരുമ്പോൾ അവിടെയും അംഗവൈകല്യമുള്ള ഒരാളെ നമുക്ക് കാണാം. സോ ഇതെല്ലാം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇവരെല്ലാം തന്നെ പഴയ കാലഘട്ടത്തിലെയും പുതിയ കാലഘട്ടത്തിലെയും ആൾക്കാരെല്ലാം ഒരുപോലെ തന്നെയാണെന്ന് കാണാം. അതായത് വാസുദേവന്റെ അച്ഛന്റെ കഥ കാണിക്കുമ്പോൾ ആ ഉയരം കുറഞ്ഞ വ്യക്തിക്ക് 2 ഭാര്യമാരെ ഉള്ളതായി കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ അംഗവൈകല്യമുള്ള ചാപ്രയ്ക്ക് സ്ത്രീകളോട് അമിത താല്പര്യമുള്ളതായി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചാപ്ര കൊണ്ടു നടക്കുന്ന പത്മിനി എന്ന സ്ത്രീയെ നട തട്ടിയെടുക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. ഈ നട എന്ന കഥാപാത്രവുമായി സിമിലറായി എനിക്ക് തോന്നിയത് ഈ കഥയിലെ ഈ മുടിയുള്ള വ്യക്തിയെയാണ്. അതായത് ചാപ്ര കൊണ്ടു നടന്ന സ്ത്രീയെ നട സ്വന്തമാക്കുന്നത് പോലെ ഈ ഉയരം കുറഞ്ഞ വ്യക്തിയുടെ ഭാര്യമാരെ ഈ കഥാപാത്രം നോട്ടമിടുന്നതായി കാണാം. കൂടാതെ ഈ 2 കഥാപാത്രങ്ങളും, നടയായാലും ഈ കഥാപാത്രമായാലും, മറ്റുള്ളവരോട് വളരെ നല്ല അടുപ്പം കാണിച്ച് കുറച്ച് പാവത്താനായിട്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ടെല്ലാമാണ് കാണിക്കുന്നത്. അച്ഛനെ തല്ലാനായി നീലൻ പോകുമ്പോൾ ഈ കഥാപാത്രം വളരെ സൗമ്യമായി സംസാരിച്ച് തുടങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി ഇതുകൂടാതെ നട എന്ന കഥാപാത്രം ഫുൾ കഷണ്ടിയായിട്ടാണ് കാണിക്കുന്നത്. എന്നാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കാം ഈ കഥാപാത്രത്തിന്റെ തല നിറയെ മറ്റുള്ളവരെക്കാട്ടിലും മുടിയുള്ളതായി കാണിച്ചിരിക്കുന്നത്. സോ ഇങ്ങനെ ഈ 2 കഥാപാത്രങ്ങളെയും കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഇനി അടുത്ത കഥാപാത്രത്തിലേക്ക് വന്നാൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു സിനിമയുടെ അവസാനത്തിൽ വാസുദേവൻ 3 പേരുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വാസുദേവന്റെ അച്ഛന്റെ കഥയിൽ അയാൾ 3 പേരുമായി ഫൈറ്റ് ചെയ്യുന്നതെന്നും അതിൽ നടയും ഈ കഥാപാത്രവുമായി കണക്ട് ചെയ്തു കഴിഞ്ഞു. ഇനിയുള്ളത് ഗില്ലാപ്പികളിൽ ഒരാളും ഈ വ്യക്തിയുമാണ്. അതിൽ ഗില്ലാപ്പിയും ഇയാളുമായിട്ടാണ് കണക്ട് ആകുന്നത്. കാരണം ഗില്ലാപ്പി എപ്പോഴും ഡാൻസ് കളിച്ചുകൊണ്ട് കിടക്കുന്ന ആളാണ്. ഈ കഥാപാത്രവും ആ ഉത്സവ സമയത്ത് എന്തോ ഡാൻസ് കളിക്കാനായി വന്നതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. കൂടാതെ 2 പേരുടെ വേഷത്തിലെ നിറങ്ങളും ഏകദേശം സിമിലർ ആണ്. സോ മൂന്നാമത്തെ ഈ കഥാപാത്രവും കൊല്ലിയാനുമായിട്ടാകാം കണക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം കൊല്ലിയാൻ ഒരുപാട് വയലൻസ് ഉള്ള ആളാണെന്ന പോലെ ഈ 3 പേരുടെ കൂട്ടത്തിൽ കൂടുതൽ പ്രശ്നക്കാരനായി കാണിക്കുന്നത് ഇയാളെയാണ്. സോ ഇങ്ങനെ ആ പഴയ കാലഘട്ടത്തിലെയും പുതിയ കാലഘട്ടത്തിലെയും വ്യക്തികളെ തമ്മിൽ ഉയരം കുറഞ്ഞ വ്യക്തിയും കൈക്ക് സ്വാധീനക്കുറവുള്ള വ്യക്തിയും നടയും ഈ കഥാപാത്രവും ഡാൻസ് കളിക്കുന്ന 2 പേരും
കൊല്ലിയാനും ഈ കഥാപാത്രവും എന്നിങ്ങനെ പഴയ ആ കാലഘട്ടവും പുതിയ കാലഘട്ടവുമായി കണക്ട് ചെയ്ത് വായിക്കാം. നടയും പത്മിനിയുമായിട്ടുള്ള റിലേഷൻ കാണിച്ചതിന് ശേഷമാണ് സിനിമയുടെ തുടക്കത്തിൽ പത്മിനിയെ തല്ലുമ്പോൾ ചാപ്ര മരിച്ചെറിഞ്ഞ് നടയും പത്മിനിയും പരസ്പരം നോക്കുന്നതായും പത്മിനി ചിരിക്കുന്നതായും നമ്മളെ കാണിക്കുന്നത്. എന്നാൽ സിനിമയുടെ തുടക്കത്തിൽ ഈ സീൻ കാണിക്കുമ്പോൾ തന്നെ ആ ഷോട്ടിന്റെ അവസാന ഫ്രെയിമുകളിൽ അതൊന്ന് സ്ലോ ചെയ്ത് നോക്കിയാൽ പത്മിനിയുടെ മുഖം മാറി ചിരിയിലേക്ക് വരുന്നതായി നമുക്ക് കാണാം. എന്നാൽ ആ സമയം അതൊരു ലോങ് ഷോട്ടായി വെച്ചുകൊണ്ട് പത്മിനിയുടെ മുഖത്ത് വരുന്ന ആ മാറ്റങ്ങൾ നമ്മൾ അറിയാതിരിക്കാൻ ഡയറക്ടർ ബ്രില്യൻ്റായി ശ്രദ്ധിച്ചിട്ടുണ്ട്. സിനിമയുടെ തുടക്കത്തിൽ നട വാസുദേവനോട് കൊല്ലിയാനെ പറ്റി വിവരിക്കുമ്പോൾ പറയുന്നുണ്ട്, അവനെതിരെ ഒരുപാട് കേസുകൾ നമ്മുടെ സ്റ്റേഷനിലുണ്ട്, കൂടുതലും മൃഗങ്ങളെ ഉപദ്രവിച്ച കേസുകളാണെന്ന്. സോ ഈ ഒരു കാര്യം വ്യക്തമാക്കുന്നത് പോലെ നട കൊല്ലിയാനെ കാണാനായി കാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു പോത്തിന്റെ തല കൊല്ലിയാനിരിക്കുന്ന സ്ഥലത്ത് കിടക്കുന്നതായും കൂടാതെ അവിടെ മരത്തിലായി പോത്തിന്റെ തോൽ കെട്ടിയിട്ടിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ കൊല്ലിയാനാകണോ ഈ കൊലപാതകം ചെയ്തതെന്ന് ഒരു പോലീസുകാരൻ ചോദിക്കുമ്പോൾ നട പറയുന്നുണ്ട്, അങ്ങനെയാവാൻ വഴിയില്ല, കൊല്ലിയാൻ ആയുധം ഉപയോഗിച്ച് കൊല്ലില്ല എന്ന്. സോ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി തന്നെയാണ് ആയുധം ഉപയോഗിക്കാത്ത കൊല്ലിയാൻ ആയുധം ഉപയോഗിച്ച് തന്നെ ചാപ്രയെ കൊല്ലുന്നത്. കൂടാതെ കാട്ടിൽ വെച്ച് തന്നെ ആളുകൾ പിടിക്കാൻ വരുമ്പോഴും കൊല്ലിയാൻ ആയുധം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കൊല്ലിയാൻ അധികം ആയുധം ഉപയോഗിക്കില്ല എന്ന കാര്യം അവസാന ഫൈറ്റിൽ മനോഹരമായി ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതായത് അവസാനത്തെ ആ ഫൈറ്റിൽ നടയും ശങ്കരനും വസുദേവനും ഗല്ലാപ്പിയും എല്ലാവരും തന്നെ ആയുധം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ കൊല്ലിയാൻ എന്ന കഥാപാത്രം ഒരിക്കൽ പോലും ആ ഫൈറ്റിനിടയിൽ ആയുധം തൊടുന്നതായി പോലും കാണിച്ചിട്ടില്ല. സിനിമയുടെ കഥ വർഷങ്ങൾക്ക് മുന്നെയാണ് നടക്കുന്നത്. എന്നിരുന്നാലും ഏത് വർഷമാണ് കഥ നടക്കുന്നതെന്ന് എവിടെയും എടുത്ത് എഴുതിയൊന്നും കാണിച്ചിട്ടില്ല. എങ്കിൽ കൂടി പല കാര്യങ്ങളിലൂടെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഗല്ലാപ്പികൾ പത്മിനിയുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന 1986 എന്ന കലണ്ടറിലൂടെ ആ വർഷമാണ് കഥ നടക്കുന്നതെന്ന് കാണാം. കൂടാതെ 1986 ഇറങ്ങിയിട്ടുള്ള നഖക്ഷതങ്ങൾ എന്ന സിനിമയുടെ പോസ്റ്റർ ആ കള്ളുഷാപ്പ് ഫൈറ്റിനിടയിൽ അവിടെ ഒട്ടിച്ചിരിക്കുന്നതായും കാണിച്ചിട്ടുണ്ട്. ആ പോലീസ് സ്റ്റേഷനിലും ആ SIയുടെ റൂമിലായി 1986 ആ SI സുദർശന ഭൈരി എന്ന SI ജോലി ചെയ്തതെന്നും കൊടുത്തിട്ടുണ്ട്. സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു മറയുടെ അപ്പുറം നടക്കുന്ന നാടകം പോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. വസുദേവൻ എന്ന ക്യാരക്ടറിന്റെ ആംഗിളിലൂടെ ഇതെല്ലാം കാണുന്നത് പോലെയാണ് മിക്ക ഷോട്ടിലും കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഷോട്ടിൽ സിനിമയുടെ ഇന്റർവെൽ സമയത്ത് ഒരു പോലീസുകാരൻ മറ്റൊരു പോലീസുകാരനെ തോക്ക് ചൂണ്ടി നിൽക്കുന്നത് പോലെ കാണാം. ഈ ഇന്റർവെല്ലെല്ലാം ശേഷം മാത്രമാണ് സിനിമയിൽ ഒരു പോലീസുകാരനാണ് മെയിൻ വില്ലൻ എന്ന് കാണിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഇന്റർവെൽ സമയത്ത് വരുന്ന ഈ ഒരു ഷോട്ടിലൂടെ വസുദേവൻ എന്ന പോലീസുകാരനും നടയെന്ന പോലീസുകാരനുമായിട്ടുള്ള ഫൈറ്റും ഒരു പോലീസുകാരൻ തന്നെയാണ് മെയിൻ വില്ലനായി വരാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഫോർഷാഡോ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയുടെ ടൈറ്റിൽ കഥാപാത്രമായിട്ടുള്ള അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറയുന്നത് ചീത്ത സ്വഭാവമുള്ള കുട്ടികളെ പിടിക്കാൻ വരുന്ന ഒരു ഭീകര രൂപിയായിട്ടാണ് പറയുന്നത്. വസു ഒരു ഘട്ടം വരെ ഈ അഞ്ചക്കള്ളക്കോക്കാനെ ഭയപ്പെടുന്നതായും എന്നാൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ അഞ്ചക്കള്ളക്കോക്കാന്റെ രൂപത്തിലുള്ള മുഖംമൂടി ധരിച്ചുകൊണ്ട് തന്നെ ഭയപ്പെടുത്തിയിരുന്ന ഒരു പട്ടിയെ കൊല്ലുന്നതായും കാണിക്കുന്നുണ്ട്. കൂടാതെ സിനിമയുടെ അവസാനത്തിലും ഇയാൾ ഒരുപാട് വയലൻസിലേക്ക് മാറുന്നതായും കാണാം. സോ ഇതിൽ നിന്നും എനിക്ക് തോന്നിയത് വസു അഞ്ചക്കള്ളക്കോക്കാനെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വസു അയാളായി തന്നെ മാറുകയും തന്നെ ഉപദ്രവിച്ചിരുന്ന അല്ലെങ്കിൽ തന്നെ ഭയപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെയെല്ലാം കൊല്ലാനും ശ്രമിച്ചിരുന്നു. പിന്നീട് വളർന്നു വലുതായ ശേഷം അഞ്ചക്കള്ളക്കോക്കാൻ ചീത്ത സ്വഭാവമുള്ള കുട്ടികളെ ഉപദ്രവിക്കും എന്ന് പറയുന്നത് പോലെ ദുഷ്ടന്മാരായിട്ടുള്ള ആളുകളെ കൊല്ലുന്ന ഒരു രീതിയിലേക്ക് അഞ്ചക്കള്ളക്കോക്കാനായി തന്നെ വസുദേവൻ മാറിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൊല്ലിയാൻ മരിച്ചിട്ടില്ല, അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ വസുദേവൻ കണ്ണ് തുറക്കുന്നതും ഇനി അവനെയും തേടി കൊല്ലണം എന്ന് പറയുന്നത് പോലെ ആയിരിക്കും. സിനിമയുടെ ഏറ്റവും ഒടുവിൽ ആ പോലീസ് സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ഒരു പൊറാട്ട് നാടകമായി നമ്മളെ കാണിക്കുന്നുണ്ട്. അവിടെ ആ സമയം പഴയ കാലഘട്ടത്തിൽ വസുദേവന്റെ അച്ഛന്റെ കഥ കാണിച്ചപ്പോഴുള്ള ആ ഉയരം കുറഞ്ഞ ആളെ പോലെ ഒരാളെ കാണിക്കുന്നുണ്ട്. കൂടാതെ വസുവിനെ പോലെയുള്ള ഒരാൾ അതിന്റെ മുന്നിലായി ഇരുന്ന് അതെല്ലാം കാണുന്നതായും കാണിക്കുന്നു. സോ ഇത് കാണുമ്പോൾ ഇതെല്ലാം ആ പഴയ കാലഘട്ടത്തിൽ നടന്നതാണോ എന്നൊരു സംശയമുണ്ടാകാം. എന്നാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് പഴയ കാലഘട്ടത്തിലൊന്നുമല്ല, പകരം പുതിയ കാലഘട്ടത്തിൽ ആ പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റിന് ശേഷം നടക്കുന്ന ഒരു നാടകമാണ്. കാരണം ഈ പുതിയ കഥ നടക്കുന്നത് 1986 പഴയ കഥ ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നേ 1966 മറ്റോ ആണ് നടക്കേണ്ടത്. സോ ആ ഒരു കാലഘട്ടത്തിൽ ആ കഥ കാണിച്ചപ്പോൾ അവിടെ അത്തരത്തിലുള്ള ഒരു സ്റ്റേജോ മറ്റോ കാണിച്ചിട്ടില്ല. പുതിയ കാലഘട്ടത്തിലാണ് അത്തരം ഒരു സ്റ്റേജ് കാണിച്ചിരിക്കുന്നത്. സോ രണ്ട് കാലഘട്ടത്തിലും ആ ഉയരം കുറഞ്ഞ ആളെയും വസുവിനെ പോലെയുള്ള ഒരാളെയും കാണിച്ചിരിക്കുന്നത് ഒരു ഡൗട്ടായിട്ട് നമ്മളിൽ തോന്നിക്കാനാണെങ്കിലും ഇത് ആ പഴയ കാലഘട്ടത്തിൽ നടന്നതല്ല, ആ പോലീസ് സ്റ്റേഷനിലെ ഫൈറ്റിന് ശേഷം നടക്കുന്ന ഒരു കഥയായിട്ടാകാം കാണിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. ക്ലൈമാക്സിലെ ചില പോരായ്മകൾ ഒഴിച്ചാൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എങ്കിലും സിനിമയിൽ ഏറ്റവും മോശമായി തോന്നിയത് അവസാനം ഗില്ലാപ്പികൾക്ക് ഒരു ഫൈറ്റ് പോലും കൊടുക്കാതെ പെട്ടെന്ന് കൊന്നുകളഞ്ഞതാണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻ ചെയ്യിച്ചത് അല്ലെങ്കിൽ ഏറ്റവും നല്ല
ഫൈറ്റ് സീനുകളെല്ലാം കാഴ്ചവെച്ച ഗില്ലാപ്പികളെ വളരെ നിസ്സാരമായി അവസാനം കൊന്നുകളഞ്ഞത് മാത്രം ഒരു പോരായ്മയായി തോന്നിയിട്ടുണ്ട്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്തുക. നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. അതുവരെ ബൈ.